പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത് ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ജൂലൈ 3-ാം തീയതി സുറിയാനി സഭയും മറ്റു ചില സഭകളും തോമാസ് ലീഹായുടെ ഓർമ്മയെ ആചരിക്കുന്നു. തോമാസ് ലീഹായ്ക്ക് ഗ്രീക്ക് ബൈബിളിൽ ദിദിമോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഇരട്ടകൾ എന്നാണ്. ബൈബിളിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം സഭയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്നും തോമാസ് ലീഹ എന്താണെന്ന് നമുക്ക് നോക്കാം. തോമാസ് ലീഹ ഗലീലക്കാരനായിരുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ധീരനായ ഒരു ദിദിമോസിനെ നമുക്ക് കാണാം. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദിദിമോസ് എന്ന ശിഷ്യൻ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ ഇടയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവരെ കല്ലെറിയും എന്ന ഒരു സാഹചര്യത്തിലാണ് ദിദിമോസ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ലാസർ മരിച്ചുപോയി എന്ന സന്ദർഭമാണ്. ലാസറിന്റെ അടുത്തേക്ക് കർത്താവ് പോകുന്ന സന്ദർഭമാണ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിച്ചാൽ മനസ്സിലാക്കാം. അവിടെ പോയാൽ ശിഷ്യന്മാർക്കും യേശുവിനും കല്ലേറ് കിട്ടും എന്ന സാഹചര്യത്തിലാണ് ദിദിമോസ് ഇത് പറയുന്നതെന്ന്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്. തോമാസ് ലീഹയുടെ ചോദ്യത്തിന് മറുപടിയാണ് അവിടെ നൽകുന്നത്. തോമാസ് ലീഹ പറയുന്നു, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന്. 14-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യം പത്രോസിനെ പോലെ അവകാശവാദം ഉന്നയിക്കാതെ തോമാസ് ലീഹ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തോമസ് ഒഴികെ മറ്റുള്ള ശിഷ്യന്മാർ കതകടച്ചിരുന്ന മുറിയിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വന്ന് തൻ്റെ കൈവിരലുകൾ കാണിക്കുകയും അവരുടെ മേൽ ഊതി. എന്നാൽ തോമസ് പറയുന്നു, ഞാൻ അവനെ ആണിപ്പഴുത് തൊട്ടറിയാതെ വിശ്വസിക്കയില്ല എന്നാണ്. 8 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തോമാസ് ലീഹ വിശ്വസിക്കുന്നു. യോഹന്നാൻ 20-ന്റെ 28-ാം വാക്യം എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറയുകയാണ്. കൃത്യമായി കർത്താവിൻ്റെ കൂടെ ധീരതയോടെ പോവുകയും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പൂർണ്ണമായി നമ്മുടെ കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്ത ഒരു തോമാസ് ലീഹയാണ് ഭാരതത്തിന് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അപ്പോസ്തോലൻ. തോമാസ് ലീഹ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും ഓരോ സ്ഥലത്ത് കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് പോയി സുവിശേഷം അറിയിക്കാൻ. പക്ഷേ പൗലോസ് ലീഹ ജാതികളുടെ അടുക്കലേക്കാണ് പോയത്. അങ്ങനെ തോമാസ് ലീഹ AD 48 കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോയത്. അവിടുത്തെ രാജാവ് ഗോണ്ടഫോറസ് ആയിരുന്നു. BC 95 മുതൽ AD 50 വരെ ആ രാജ്യം നിലവിലുണ്ടായിരുന്നു. ഗോണ്ടഫോറസ് രാജാവ് കൊല്ലപ്പെടുന്നത് ഏകദേശം AD 50 അടുത്താണ്. ഇന്നത്തെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തലസ്ഥാനം തക്ഷശില ആയിരുന്നു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആണല്ലോ. ആ സ്ഥലത്ത് അന്ന് യഹൂദന്മാരുടെ കൂട്ടമുണ്ടായിരുന്നു. കൂടാതെ ഗോണ്ടഫോറസ് രാജാവിന് തൻ്റെ കൊട്ടാരം പണിയുവാനുള്ള ശില്പികളെ ആവശ്യമായിരുന്നു. ആഫാൻ എന്ന രാജാവിൻ്റെ വിശ്വസ്തന് സ്വപ്നത്തിൽ അറിവ് കിട്ടി നമ്മുടെ തോമാസ് ലീഹയെ പറ്റി. ഈ കൊട്ടാരം പണിയാൻ അവിടേക്ക് തോമാസ് ലീഹയെ കൊണ്ടുവന്നു. ഗോണ്ടഫോറസ് രാജാവ് കൊട്ടാരം പണിയുവാൻ ധാരാളം പണം തോമാസ് ലീഹയെ ഏൽപ്പിച്ചു. തോമാസ് ലീഹ ഈ പണം മറ്റുള്ള പാവപ്പെട്ടവർ ആളുകൾക്ക് കൊടുക്കുകയും അവിടെയുള്ള യഹൂദന്മാരിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ഗോണ്ടഫോറസ് രാജാവ് ഈ വിവരം അറിഞ്ഞ് തോമാസ് ലീഹയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു.
ഗോണ്ടപോറസ് രാജാവ് തോമാസ് ലീഹായോട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നും ചോദിച്ചപ്പോൾ തോമാസ് ലീഹ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കൊട്ടാരം പണിതു കൊണ്ടിരിക്കുകയാണെന്ന്. ആ സമയത്ത് ഗോണ്ടപോറസ് രാജാവിന്റെ സഹോദരനായ ഗാത്ത് മരണപ്പെടുകയും തോമാസ് ലീഹായുടെ കൈവെപ്പിനാൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ രാജാവ് തൻ്റെ തെറ്റിനെ ഏറ്റുപറയുകയും അങ്ങനെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി മാറുകയും അവിടെ ക്രിസ്തുമതം പ്രചരിക്കുകയും അനേകം ആളുകൾ ക്രിസ്ത്യാനികളാകുകയും ചെയ്തു. ഇങ്ങനെ AD 50 ഗോണ്ടപോറസ് മരിക്കുകയും ആ രാജ്യം നാമാവിശേഷം ആവുകയും ചെയ്തു. പിന്നീട് ഭാരതത്തെപ്പറ്റി തോമാസ് ലീഹ അറിയുകയും അറേബ്യ വഴി കപ്പൽ മാർഗം കൊടുങ്ങല്ലൂർ കടന്നു വരികയും അവിടെ AD 52 നമ്മുടെ മലങ്കരയിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ യഹൂദന്മാരെ തേടി തന്നെ ആയിരുന്നു തോമാസ് ലീഹ വന്നത്. 7 പള്ളികൾ സ്ഥാപിക്കുകയും തമിഴ്നാട്ടിലും ഒക്കെ സഞ്ചരിച്ചു. അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്ന തുർക്കിയിലെ എഡേസ എന്ന സ്ഥലത്തേക്ക് കത്തുകൾ അയക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് മലങ്കരയെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ അവർ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അയച്ച കത്തുകൾ പലതും നഷ്ടപ്പെട്ടുവെങ്കിലും കുറെയൊക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. AD 64 തോമാസ് ലീഹ ചൈനയിലേക്ക് പോയിട്ടുണ്ട്. ചൈനയിലെ രേഖകളിൽ അത് പറയുന്നു. AD 70 ജപ്പാനിലും തോമാസ് ലീഹ ചെന്നിരുന്നു. അവിടെ നിന്നൊക്കെ മടങ്ങി വന്ന് AD 72 മൈലാപ്പൂരിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. പല്ലവ ബ്രാഹ്മണന്മാരുടെ കുത്തേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. സെന്റ് തോമസ് മൗണ്ട് എന്ന ഇടത്താണ്. കേരളത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞ എഡേസയിൽ ഇതിന് തെളിവുണ്ട്. മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിലുള്ളത് 2-ാം നൂറ്റാണ്ടിൽ മലങ്കരയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഹാന്തനൂസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഡേസയിൽ എസ്തഫസിന്റെ രേഖകളിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. AD 232 എഡേസയിലേക്ക് കബിൻ എന്ന പറയുന്ന ഒരു വ്യാപാരി മൈലാപ്പൂരിൽ നിന്ന് തോമാസ് ലീഹയുടെ അസ്ഥികൾ എഡേസയിലേക്ക് കൊണ്ടുപോവുകയും ജോസഫിന്റെ അസ്ഥികൾ 400 വർഷത്തിന് ശേഷം മോശ കൊണ്ടുപോയതുപോലെ എഡേസയിൽ നിന്ന് വീണ്ടും ലിയോണോ അക്വേലി 1258 അദ്ദേഹം ഇറ്റലിയിലേക്ക് അസ്രുസോ ഓട്ടോണ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി. എഡേസയിൽ നിന്നാണ് AD 345 നായി തൊമ്മൻ എന്ന വ്യാപാരിയും തൻ്റെ 72 കുടുംബാംഗങ്ങളും ഇവിടേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് സിറിയൻ ലിറ്റർജി നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നത്. AD 345 മുതൽ തന്നെ സുറിയാനി സഭയുടെ സാന്നിധ്യമുണ്ട് എന്നത് കൃത്യമായ ചരിത്രമാണല്ലോ. നമുക്ക് മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ ലഭിച്ചത് ബർത്തലോമായി എന്ന കർത്താവിന്റെ ശിഷ്യൻ ഭാരതത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത്രയും വലിയ ഒരു അപ്പോസ്തലന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ള ഒരു ദേശത്ത് വെളിച്ചമായി നിൽക്കുന്നു എന്നതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. ഡിസംബർ 21 തോമാസ് ലീഹ കൊല്ലപ്പെടുന്നത്. എന്നാൽ മൈലാപ്പൂരിൽ നിന്നും എഡേസയിലേക്ക് തോമാസ് ലീഹയുടെ തിരുശേഷിപ്പുകൾ കൊണ്ടുപോയ ദിവസമാണ് സുറിയാനി സഭ ദുഃഖ്നോനോ ആയി ആചരിക്കുന്നത്. ജൂലൈ 3, 1969 മുതൽ കത്തോലിക്ക സഭയിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. തോമാസ് ലീഹായുടെ പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും കാവലും കോട്ടയുമായി തീരട്ടെ. താങ്ക് യു.